അങ്ങനെ അടുത്തൊരു ഔട്ട്ഫിറ്റിനുള്ള ടൈം ആയിട്ടുണ്ട്. ഇപ്രാവശ്യവും എൻ്റെ കയ്യിലുള്ളതൊരു സാരിയാണ് കേട്ടോ. കൈമാറി കിട്ടിയ ഒരു സാരിയാണിതും. നല്ല ബ്ലാക്ക് കളർ ആയതുകൊണ്ട് കുറേ നാൾ ഞാനത് സാരിയായിട്ട് തന്നെ ഉടുത്തു. ഒക്കത്തിനും ഒരു സമയമുണ്ടെന്നാണല്ലോ. അങ്ങനെ ഇവൻ്റെ ഈ സമയം എടുത്തപ്പം അവനൊരു പുതിയൊരു ലുക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ കലാപരിപാടി. കുറേ ആലോചിച്ച് പല ഡ്രസ്സുകളുടെയും റെഫറൻസുകളൊക്കെ എടുത്തിട്ട് ഞാൻ അങ്ങനെ ഒരു ഡിസൈനൊക്കെ കണ്ടുപിടിച്ച് സെറ്റാക്കി വെച്ചതായിരുന്നു. പക്ഷേങ്കിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഈ ഒരു സാരി വെച്ച് ചെയ്യണം എന്നല്ലായിരുന്നു. അതിന് വേറൊന്നായിരുന്നു, ഒരു ഓറഞ്ച് കളറിലുള്ള ഒന്നായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേങ്കിൽ ലാസ്റ്റ് നിമിഷം വന്നപ്പം അത് ഭയങ്കരമായിട്ട് സീത്രൂ ആണ്. അപ്പോൾ ലൈനിങ് ഇല്ലാണ്ട് പറ്റത്തില്ല. അതിനാണെങ്കിൽ എൻ്റെ കയ്യിൽ ലൈനിങ്ങും ഉണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ എനിക്ക് ഈ മോഡൽ ഇപ്പോൾ ചെയ്തേ പറ്റൂ എന്നുള്ളൊരു വാശി. അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ ഒരു ബ്ലാക്ക് ഇരിക്കണം കണ്ടത്. അപ്പം ബ്ലാക്ക് ആകുമ്പോൾ നമുക്ക് അത്രയും സീത്രൂ ആവത്തില്ലല്ലോ. എങ്കിലും കുറച്ചുണ്ടായിരുന്നു. അതിന് ഞാൻ ആ യോക്ക് പോർഷനിലേക്ക് മാത്രമായിട്ട് സാരി കൊണ്ട് തന്നെ ഒരു ലൈനിങ് വെച്ചിട്ടുണ്ട്. അതാണിപ്പോൾ ഈ 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. വേറെ ഒന്നിനും ഞാൻ പിന്നെ നമുക്ക് കുറച്ച് ഫ്രിൽസും അങ്ങനെയൊക്കെ വരണുണ്ട്. അപ്പോൾ പിന്നെ അധികം ആവശ്യമില്ലല്ലോ. അപ്പോൾ ബാക്കിയുള്ളതിനൊന്നും ഞാൻ ലൈനിങ് യൂസ് ചെയ്തിട്ടില്ല. ഒരുപാട് നാൾ മോഹിച്ച് വെച്ചിരുന്ന ഒരു സ്ലീവ് പാറ്റേണും കൂടി കേട്ടോ ഞാനിപ്പോൾ ഇതിൽ ചെയ്യാൻ പോണത്. അപ്പം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സംഭവമാണ്, എല്ലാവരും ചെയ്യുന്നതാണ്. ബട്ട് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം അതും കൂടി ഇതിലൊന്ന് ട്രൈ ചെയ്യണം എന്നൊരു ഇതിലാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ഞാനൊരു പാറ്റേൺ ആദ്യം തീരുമാനിക്കും, ബട്ട് തയ്ച്ച് വരുമ്പോഴത്തേനും വേറെ എന്തെങ്കിലുമൊക്കെ അവസ്ഥയിലാകും. കാരണം പകുതി വഴിയിലെത്തുമ്പം എൻ്റെ ഓരോ പ്ലാൻസും മാറും. ബട്ട് ഇതങ്ങനെ ഒന്നും അല്ലാണ്ട് ഞാൻ ആദ്യമേ തന്നെ ഒരു ഡിസൈനൊക്കെ വരച്ച് സെറ്റാക്കി അവസാനം വരെ ആ ഒരു പ്ലാനിൽ തന്നെ പോയൊരു ഡ്രസ്സാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് വന്നപ്പോഴും ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു. അത്രയ്ക്ക് എനിക്കതങ്ങോട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പം ഇത് വന്നിട്ട് നമുക്കിതിൻ്റെ കട്ടിങ് മാത്രമേ ഇതിനകത്ത് ഞാൻ കാണിച്ചിട്ടുള്ളൂ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്കുമായിട്ട് കാണാം.